ചാപ്റ്റർ 8 സീക്വൻസസ് ആൻഡ് സീരീസ്. ഈ ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ച 4 മാർക്കിന്റെ ചോദ്യമാണ്. പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ അതിനു മുമ്പ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം. സീക്വൻസ് എന്താണ്, സീരീസ് എന്താണെന്നാണ് ആദ്യം പറയുക. സോ സീക്വൻസ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ. നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത് 2, 4, 6, 8 എക്സെട്ര എന്നാണ്. അപ്പോൾ ഇതൊരു ഓർഡറിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. സോ കോമൺ ആയിട്ടാണ് ഈ എലമെന്റ്സിനെയൊക്കെ നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഓർഡറിൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനാണ് സീക്വൻസ് എന്ന് പറയുക. ഇതിപ്പം സീക്വൻസ് ഓഫ് 4 ഈവൻ നമ്പേഴ്സ് ആണ്. 2, 4, 6, 8, 10 അടുത്ത നമ്പറൊക്കെ നമുക്കറിയാം. ഇനി അതിൽ നിന്ന് സീരീസിലേക്ക് വരുമ്പോൾ ഇസ് ദി സം ഓഫ് ഓൾ ടേംസ് ഓഫ് എ സീക്വൻസ്. സീക്വൻസിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ടേംസിന്റെ സമ്മായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനെ സീരീസ് എന്ന് പറയും. ഇവിടെ 2, 4, 6, 8 എന്ന് സെപ്പറേറ്റ് ആയിട്ട് എലമെന്റ്സിനെ കൊടുത്തിരിക്കുന്നു. സീരീസിന്റെ കേസ് വരുമ്പോൾ 2 + 4 + 6 + 8 എന്നിങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മളൊരു സീരീസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ഇസ് ദി സം ഓഫ് ഓൾ ടേംസ് ഓഫ് എ സീക്വൻസ്. Then progression. A sequence is said to be a progression if its terms increases or decreases numerically. ഏതെങ്കിലും ഒരു പ്രത്യേക ഓർഡറിൽ ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു സീക്വൻസ് പ്രോഗ്രഷനായി മാറുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ജോമെട്രിക് പ്രോഗ്രഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇഫ് എനി 2 കോൺസിക്യൂട്ടീവ് എലമെന്റ്സ് ഓഫ് എ സീക്വൻസ് ഹാവ് എ കോമൺ റേഷ്യോ ബിറ്റ്വീൻ ദം. ഏതെങ്കിലും ഒരു സീക്വൻസിലെ 2 നമ്പർ എടുത്താൽ അവർ തമ്മിൽ ഒരു കോമൺ റേഷ്യോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ജോമെട്രിക് പ്രോഗ്രഷൻ എന്നാണ് പറയുക. അപ്പം അതിൻ്റെ ഒരു ജനറൽ ഫോം എ ഫസ്റ്റ് ടൈം എ എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ടൈം എ ഇൻറ്റു ആർ, തേർഡ് ടൈം എ ആർ ഇൻറ്റു ആർ. അപ്പോൾ ഓരോ നമ്പറും വരുന്നത് ആർ എന്ന് പറയുന്ന ഒരു നമ്പർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ വഴിയാണ്. അപ്പോൾ ആർ എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന കോമൺ റേഷ്യോ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് അടുത്ത ടൈം കിട്ടുന്നതെങ്കിൽ അത്തരം പ്രോഗ്രഷനെയാണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുക. നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ എന്ത് ടൈം എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എല്ലാ ടൈംസിൻ്റെയും കൂടെ സം എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സം ഒക്കെ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കോമൺ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇത്തരം പ്രോബ്ലംസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ചോദിക്കുക. നമുക്കിനി നോക്കാനുള്ളത് ജോമെട്രിക് പ്രോഗ്രഷന്റെ കുറേയധികം ഫോർമുലയാണ്. അതിൽ ആദ്യത്തേത് കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത 2 നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് an/an-1. അപ്പം n എന്നുള്ളത് 3 ആണെങ്കിൽ a3 എന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈമിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ a3 - 1 2, അതായത് a3/a2 എന്നായിരിക്കും കിട്ടുക. അപ്പൊ തൊട്ടടുത്ത 2 നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് കോമൺ റേഷ്യോ ഓഫ് എ GP. അടുത്തത് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് എ GP. സ്റ്റാൻഡേർഡ് ഫോം AR, AR², AR³ എക്സെട്ര. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ആ ഫസ്റ്റ് ടൈമിനെ ഒരു കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡ് ടൈം, വീണ്ടും ആ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തേർഡ് ടൈം. അപ്പോൾ AR, AR² AR³ എക്സെട്ര AR⁻n-1. ദെൻ nth ടേം ഓഫ് എ GP. അപ്പോൾ നമ്മളോട് 15ാമത്തെ പദം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല AR⁻n-1. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ അറിയേണ്ടത് ആ GPയുടെ ഫസ്റ്റ് ടേം ഏതാണ്, ആ GPയുടെ കോമൺ റേഷ്യോ എത്രയാണ്, AR⁻n-1. അപ്പൊ 15ാമത്തെ പദം എന്ന് പറയുമ്പോൾ 15 - 1 R⁻14 എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്തത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ GP. ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്രയാണെന്നാണ് ചോദ്യമെങ്കിൽ S ഈക്വൽ ടു A ഇൻറ്റു R⁻n-1 ഡിവൈഡഡ് ബൈ R-1, വേർ R നോട്ട് ഈക്വൽ ടു 1. R 1 ആയാൽ ഡിനോമിനേറ്റർ 0 ആവും. R 1 ആകാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അടുത്ത ജോമെട്രിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. 2 എലമെന്റ്സ് തമ്മിലുള്ള ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് √of A ഇൻറ്റു B. അടുത്തത് ഇഫ് മോഡുലസ് ഓഫ് R ലെസ് ദാൻ 1 ദെൻ ദി സം ഓഫ് ആൻ ഇൻഫിനിറ്റ് GP. ഈ GPയിലെ ടേംസ് ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിൽ ആ ഇൻഫിനിറ്റ് ടേംസിന്റെയും കൂടെ സം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ഇറ്റ് ഈസ് A/1 - R. വീണ്ടും എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ഓഫ് ദി GP ആണ്, R എന്ന് പറയുന്നത് കോമൺ റേഷ്യോ ആണ്. അവിടെ ഒരു കണ്ടീഷൻ ഉള്ളത് മോഡുലസ് ഓഫ് R ഷുഡ് ബി ലെസ് ദാൻ 1. പ്രോബ്ലംസും അതിന്റെ സൊല്യൂഷൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈം ഓഫ് ദി GP 2, 8, 32 എക്സെട്ര ഈസ് 32,768. അപ്പൊ ഈ പദം എന്ന് പറയുന്നത് ഈ GPയുടെ എത്രാമത്തെ പദമാണെന്നാണ് ചോദ്യം. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഡേറ്റ ഉണ്ട്. ഫസ്റ്റ് ടൈം 2 ആണ്, ഈ GPയിലെ ഫസ്റ്റ് ടൈം 2 ആണ്. ഇനി കോമൺ റേഷ്യോ എന്ന് പറയുന്നത് സെക്കൻഡ് ടൈം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടൈം 8/2 ആണ്, ഇസ് ഈക്വൽ ടു 4. ഇനി നമുക്ക് എന്ത് ടൈം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്.
32,768 എന്ന് പറയുന്ന എത്രാമത്തെ പദമാണ്? അപ്പൊ ആ nth ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. an is equal to ar raised to n minus 1. അപ്പൊ അത് നമുക്ക് തന്നിട്ടുണ്ട്. an എന്ന് പറയുന്നത് 32,768 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a എന്ന് പറയുന്നത് 2 ആണ്, r എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ആ 2 ആണ് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. r raised to n minus 1 equal to 32,768 divided by 2. അതിന്റെ ആൻസർ 16,384 എന്നാണ്. അപ്പൊ ഇവിടെ എന്താ അർത്ഥം? 4 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കോമൺ റേഷ്യോ. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4 raised to n minus 1 is equal to 16,384. ഈ 16,384 നമുക്ക് 4 raised to 7 എഴുതാം. അപ്പൊ ഇവിടെ 4 raised to n minus 1 is equal to 4 raised to 7 ആണ്. ഒരേ ബേസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പവറും ഈക്വൽ ആയിരിക്കും. അപ്പൊ n minus 1 equal to 7 എന്ന് കിട്ടി. n minus 1 7 ആണെങ്കിൽ n 8 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ an എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ n നമുക്കിപ്പം 8 എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താ? 32,768 എന്ന് പറയുന്നത് A8 ആണ്. 8th ടൈം ഓഫ് ദി GP ആണ് 32,768. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി സം ഓഫ് ഫസ്റ്റ് 3 ടൈംസ് ഓഫ് എ GP ഈസ് 14 ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 3 ടൈംസ് ഓഫ് എ GP ഈസ് 112. ഫൈൻഡ് ദി കോമൺ റേഷ്യോ ഫസ്റ്റ് ടൈം ആൻഡ് ദി സം ടു ഫസ്റ്റ് n ടൈംസ്. സോ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് 3 കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. കോമൺ റേഷ്യോ R, ഫസ്റ്റ് ടൈം A ആൻഡ് ദി സം എന്ന് പറയുന്നത് S ആണ്. എസിന്റെ ഇക്വേഷൻ ഒക്കെ നമുക്ക് അറിയാം. a ഇൻറ്റു r raised to n minus 1 by r minus 1. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. സം ഓഫ് ഫസ്റ്റ് 3 ടൈംസ്. ഫസ്റ്റ് 3 ടൈംസ് എന്ന് പറയുന്നത് ar സ്ക്വയർ ആണ്. അപ്പോൾ അതിന്റെ സം എന്ന് പറയുന്നത് 14 ആണ്. അതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് ചൂസ് ചെയ്തു. ഇനി അടുത്ത 3 ടൈം ar സ്ക്വയർ കഴിഞ്ഞാൽ ar ക്യൂബ്, ar raised to 4, ar raised to 5. അത് 112 ആണ്. ഇക്വേഷൻ 2 എന്ന് എടുത്തു. ഇതിൽ നിന്ന് നമുക്ക് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്? എയുടെ വാല്യൂ അറിയണം, ആറിന്റെ വാല്യൂ അറിയണം, പിന്നെ ലാസ്റ്റ് സം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇക്വേഷൻ 2നെ ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ar ക്യൂബ് പ്ലസ് ar raised to 4 പ്ലസ് ar raised to 5 ഓൾ ഡിവൈഡഡ് ബൈ a പ്ലസ് ar സ്ക്വയർ ഈക്വൽ ടു 112 by 14. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാവുന്ന ടേംസ് ഉണ്ട്. ar ക്യൂബ് ന്യൂമറേറ്ററിൽ കോമൺ ആണ്. അപ്പൊ ബ്രാക്കറ്റിൽ വരുന്നത് ar ക്യൂബിൽ നിന്ന് ar ക്യൂബ് എടുത്ത് കഴിയുമ്പോൾ 1, പിന്നെ ഇവിടെ ഒരു r, ഇവിടെ r സ്ക്വയർ. താഴെ ഡിനോമിനേറ്ററിൽ നമുക്ക് a ആണ് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. എടുത്തു കഴിയുമ്പോൾ 1 പ്ലസ് r സ്ക്വയർ വീണ്ടും ഇവിടെ കോമൺ ആയിട്ട് വരും. അപ്പൊ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ 1 പ്ലസ് r സ്ക്വയർ കോമൺ ആണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ എയും കോമൺ ആണ്, അതും ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ 112 by 14 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ നമുക്കിപ്പോൾ കിട്ടിയത് r ക്യൂബ് ഈസ് ഈക്വൽ ടു 8 എന്നാണ്. r ക്യൂബ് 8 ആണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 3 പ്രാവശ്യം എഴുതാൻ പറ്റുന്നത്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് 8. അപ്പൊ r ക്യൂബ് 8 ആണെങ്കിൽ r 2 ആയിരിക്കും. ആ 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നതായിരിക്കും അതിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആറിന്റെ വാല്യൂ കിട്ടി. ഇനി ആറിന്റെ വാല്യൂ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് നോക്കാം. കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ പിന്നെ എയുടെ വാല്യൂ ആണല്ലോ നോക്കാം. a ഇൻറ്റു 1 പ്ലസ് r സ്ക്വയർ എന്നായിരുന്നു. r 2 ആണെങ്കിൽ 1 പ്ലസ് 2 പ്ലസ് 2 സ്ക്വയർ. 2 സ്ക്വയർ 4, 4 പ്ലസ് 2 6, 6 പ്ലസ് 1 7. അപ്പൊ 7 a എന്ന് പറയുന്നത് 14. അതുകൊണ്ട് a ഇസ് ഈക്വൽ ടു 14 by 7 2 എന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് ടൈം 2 എന്ന് കിട്ടി. കോമൺ റേഷ്യോ 2 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് സം ഓഫ് n ടൈംസ്. അതിന്റെ ഇക്വേഷൻ a ഇൻറ്റു r raised to n minus 1 by r minus 1. സം ഓഫ് n ടൈംസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നിന്റെ വാല്യൂ ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജനറൽ ആയിട്ടൊരു ആൻസറിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. a 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, r 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ 2 ഇൻറ്റു 2 raised to n minus 1 ഡിവൈഡഡ് ബൈ 2 minus 1. അപ്പൊ ഫൈനൽ ആൻസർ 2 ഇൻറ്റു 2 raised to n minus 1. ഈ പ്രോബ്ലം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. അപ്പൊ ഇതൊക്കെ ഇതുപോലെ സോൾവ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിന് സമയം മാനേജ് ചെയ്ത് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസേർട്ട് 3 നമ്പേഴ്സ് ബിറ്റ്വീൻ 1 and 256 സോ ദാറ്റ് ദി റിസൾട്ടിംഗ് സീക്വൻസ് ഈസ് എ GP. അതായത് 1നും 256നും ഇടയ്ക്ക് നമ്മൾ 3 നമ്പർ ഇൻസേർട്ട് ചെയ്യണം. അപ്പം ആ 5 നമ്പറുകൾ ചേർന്ന് ഒരു GP ആയിരിക്കണം ഫോം ചെയ്യേണ്ടത്. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാ വരിക? ലെറ്റ് 1, A2, A3, A4, 256 ആർ ഇൻ GP. നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യുകയാണ്. ഫസ്റ്റ് ടൈം 1, പിന്നെ 5th ടൈം 256. അതിന്റെ ഇടയ്ക്ക് 3 ടൈം ഉണ്ട്. അപ്പൊ ആ ഇടയ്ക്കുള്ള 3 ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 5th ടൈം എന്ന് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ar raised to n minus 1. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടൈം അറിയാം. പിന്നെ അടുത്ത ടൈം അറിയണമെന്നുണ്ടെങ്കിൽ കോമൺ റേഷ്യോ കണ്ടുപിടിക്കണം. r എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് ഹെൽപ്പിംഗ് ആയിട്ട് nth ടൈമിന്റെ ഇക്വേഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ 5th ടൈം എന്ന് പറയുന്നത് 256 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ar raised to 5 minus 1. എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ടൈം അത് 1 ആണ്. അതുപോലെ
r⁵ മൈനസ് 1 4 ആണ്. അപ്പൊ r⁴ ഈസ് ഈക്വൽ ടു 256 എന്ന് കിട്ടും. r⁴ 256 ആണെങ്കിൽ r എത്രയാണെന്ന് ചോദിച്ചാൽ 4th റൂട്ടാണ്. അപ്പൊ റൂട്ടിനകത്ത് 4 ഒരുപോലുള്ള നമ്പർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്ന് എടുക്കാം. സോ r ഈസ് ഈക്വൽ ടു 4. അപ്പൊ കോമൺ റേഷ്യോ 4 എന്ന് കിട്ടി. ഫസ്റ്റ് ടൈം നമുക്കറിയാം. അപ്പൊ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമിനെ കോമൺ റേഷ്യോ കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പൊ 1 × 4 4, 4 × 4 16, 16 × 4 64 ആൻഡ് 64 × 4 256. അപ്പോൾ ആ മിഡിൽ വന്ന 3 ടൈം 4, 16, 64 എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ചെയ്താൽ നമുക്ക് 4 മാർക്കാണ് കിട്ടുക. ഇവിടെ ഓരോ പ്രോബ്ലത്തിലും ഏത് ഫോമുല യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. തന്നിരിക്കുന്ന ഡേറ്റ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ഏത് ഇക്വേഷൻ ആണ്, ഏത് ഫോമുലയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തെ ചോദ്യം, ഫൈൻഡ് ദി സം ടു n ടൈംസ് ഓഫ് ദി സീരീസ് 5 + 55 + 555 + എക്സെട്ര. ഇത് 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഇത് നമ്പറുകൾ മാറി, അതായത് 5 എന്നുള്ളിടത്ത് 7, 4, 9 എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സീരീസിന്റെ n ടേംസിന്റെ സം എന്താണ്? ഒരു പ്രത്യേക രീതിയിലാണ് അത് നമ്മൾ സോൾവ് ചെയ്യുക. നോക്കാം. അപ്പൊ ഈ ഒരു മെത്തേഡ് കാണുമ്പോൾ അറിയാം, ഏത് നമ്പർ ഈ ഒരു പാറ്റേണിൽ തന്നാലും നമുക്ക് ഫൈനൽ ആൻസർ വേഗം തന്നെ പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. തന്നിരിക്കുന്ന സീരീസ് 5 + 55 + എക്സെട്ര ആണ്. അപ്പൊ അതിൽ നിന്ന് 5 നമുക്ക് കോമൺ എടുക്കുകയാണെങ്കിൽ ബ്രാക്കറ്റിൽ 1 + 11 + 111 എക്സെട്ര അപ് ടു n ടേംസ് വരെയാണ് ഇത് പോകേണ്ടത്. സം ടു n ടേംസ് എന്നാണ് ചോദ്യം. ഇനി ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന സൊല്യൂഷൻ കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 1നെ ഒക്കെ നമ്മൾ നോക്കി 9 എന്നുള്ള ഫോമിലേക്ക് മാറ്റി. അപ്പൊ 9 ഒരെണ്ണം നമ്മൾ 1/9 ഔട്ട് സൈഡിൽ എടുത്തു. നമുക്ക് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 9/9 1 എന്ന് കിട്ടും. 99/9 11 എന്ന് കിട്ടും. അപ്പൊ അത് ഇതിൽ നിന്ന് ഈ നമ്പർ എടുത്തിരിക്കുന്നത് കറക്റ്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ നമുക്ക് പ്രത്യേക ഫോമിൽ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. അപ്പൊ ഇനി 9 എന്ന് പറഞ്ഞാൽ 10 - 1 ആണ്. 99 എന്ന് പറഞ്ഞാൽ 100 - 1 ആണ്. അങ്ങനെ n ടൈംസ് ഉണ്ടാവും. വീണ്ടും ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു. ഇവിടെ എല്ലാം ഒരു -1 ഉണ്ട്. എല്ലാ ടേമിന്റെയും കൂടെ -1 ഉണ്ട്. അപ്പം ആകെ n ടൈംസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര 1 ആയിരിക്കും കുറച്ചിരിക്കുക? n വൺസ് അവിടെ കുറച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ 10 + 100 എന്നുള്ളത് ഒന്നിച്ചെഴുതിയ ശേഷം അത് n ടൈംസ് വരെ കൊണ്ടുപോകുന്നു. ആ -1 എന്നുള്ളത് n ടൈംസ് ഉള്ളത് കൊണ്ട് -n എന്ന് അവിടെ കൊടുക്കുന്നു. ഇനി ഈ ആദ്യ ഭാഗം നോക്കുവാണെങ്കിൽ ഇത് ഒരു സീരീസ് ആണ്, കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. ഈ സീരീസിന്റെ പ്രത്യേകത ഇതിന്റെ ഫസ്റ്റ് ടൈം 10 ആണ്, കോമൺ റേഷ്യോയും 10 ആണ്. 10 × 10 100, 100 × 10,000 അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണിത്. അപ്പൊ ആ സീരീസിന്റെ പ്ലസ് ഇട്ട് n ടൈംസ് വരെ പോയിരിക്കുന്നു. അപ്പൊ സം ഓഫ് n ടൈംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a × r⁻n - 1 ഡിവൈഡഡ് ബൈ r-1 എന്നാണ് ഇതിന്റെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഈ 10 എന്താണ്? ഫസ്റ്റ് ടൈം 10 ആണ്. അതുപോലെ r-ഉം 10 ആണ്. അപ്പൊ 10 × 10⁻n - 1 ബൈ 10 - 1. ഈ -1 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇവിടെ വന്നിരുന്ന എല്ലാ ടൈമിന്റെയും കൂട്ടുള്ള -1 കോമൺ ആയിട്ട് എടുത്തതാണ്. അപ്പൊ അത് വീണ്ടും മാറ്റി. ഇവിടെ 10 - 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ 5/9 × 10 × 10⁻n - 1 ബൈ 9 - n. അപ്പൊ ഇങ്ങനെ ഒരു കോമൺ പാറ്റേണിലാണ് ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ എല്ലാ ആൻസർ പോവുക. പക്ഷെ ഈ മെത്തേഡ് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനും പറ്റില്ല. അപ്പൊ ഇവിടെ 5 ആയതുകൊണ്ട് ആൻസർ 5/9 എന്ന് വന്നു. 4 ആണെങ്കിൽ 4/9. ഈ ബാക്കി എല്ലാ ടൈമും ഇവിടെ കോമൺ ആയിരിക്കും. 7 ആണെങ്കിൽ 7/9. ബാക്കി പാറ്റേൺ എല്ലാം സെയിം ആയിരിക്കും. നോക്കാം. ഫൈൻഡ് ദി 12th ടൈം ഓഫ് ദി GP 5, 25, 125 എക്സെട്ര. 2 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ 12ാമത്തെ പദം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. 12ാമത്തെ പദം എന്ന് പറയുന്നതിന് നമുക്ക് ഫോമുല ഉണ്ട്. an = a r⁻n - 1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എയും ആറും എന്നും ഒക്കെ നമുക്ക് അറിയണം. അപ്പോൾ ഈ സീക്വൻസിനകത്തെങ്കിൽ GPക്കകത്ത് ഫസ്റ്റ് ടൈം 5 ആണ്. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടൈം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടൈം, അതും നമുക്ക് 5 തന്നെ കിട്ടി. ഇനി എത്രാമത്തെ പദം ആണെന്നുള്ളതാണ് n. ഇപ്പൊ 12th ടൈം എന്ന് പറയുമ്പോഴത്തേക്കും n 12 ആണ്. അപ്പൊ അത് ആ കാര്യങ്ങളെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a12 = 5, a = 5, r = 5, 5⁻n - 1, 12 - 1. അപ്പൊ 5 × 5⁻11 വരും. ഇത് കോമൺ ബേസ് ആയതുകൊണ്ട് നമുക്ക് ഇത് ആഡ് ചെയ്യാം. 5⁻12 + 1 12, 5⁻12. ഫൈൻഡ് ദി 12th ടൈം. അതായിരുന്നു ചോദ്യം. 12th ടൈം എന്ന് പറയുന്നത് 5⁻12 ആണ്.